അമ്മയെ പിതാവ് കുത്തിക്കൊന്നതോടെ ഒറ്റപ്പെട്ടുപോയ പറക്കമുറ്റാത്ത 3 പെൺകുട്ടികൾ നാടിന്റെ നൊമ്പരമായി മാറിയിരിക്കുകയാണ്. പിതാവ് ജയിലിലാണ്. പത്തനംതിട്ട പുല്ലാട് ആലുന്തറയിൽ അഞ്ചാനിക്കൽ വീട്ടിൽ ഷാരിയുടെയും ജയകുമാറിന്റെയും മക്കളായ 10 വയസ്സുകാരി ആവണിയും 6ഉം 4ഉം വയസ്സുള്ള വേണിയും ശ്രാവണിയുമാണ് ആ ഹതഭാഗ്യർ. ഓഗസ്റ്റ് 2-നായിരുന്നു നാടിന് നടുക്കിയ ആ കൊലപാതകം. തങ്ങളുടെ മുന്നിലിട്ട് അമ്മയെ കുത്തിക്കൊല്ലുന്നത് നിലവിളി കൊണ്ട് കണ്ടു നിൽക്കാനേ ആ കുഞ്ഞോമനകൾക്ക് കഴിഞ്ഞുള്ളൂ. മദ്യപിച്ച് ബഹളം വയ്ക്കാറുള്ള ജയകുമാർ ഷാരിയെ സംശയിച്ചതാണ് കൊലപാതകത്തിന് കാരണമായത്. തടയാൻ ശ്രമിച്ച ഷാരിയുടെ പിതാവ് ശശിക്കും അദ്ദേഹത്തിന്റെ സഹോദരി രാധാമണിക്കും മാരകമായി കുത്തേറ്റിരുന്നു. വയറിനും നെഞ്ചിനുമാണ് മൂവർക്കും കുത്തേറ്റത്. 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അടുത്ത ദിവസം ഷാരി മരിച്ചിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ജയകുമാർ കസ്റ്റഡിയിലുമായി. ഷാരിയുടെ കുടുംബ വീട്ടിൽ താമസിച്ചാണ് കവിയൂർ സ്വദേശിയായ ജയകുമാർ കൂലിപ്പണിക്ക് പോയിരുന്നത്. മുമ്പും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഷാരി പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്ന് ജയകുമാറിനെ താക്കീത് നൽകി വിട്ടയച്ചു. ഷാരിയുടെ രക്ഷിതാക്കളാണ് കുട്ടികളെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. കുത്തേറ്റതിനാൽ പിതാവ് ശശിക്ക് ജോലിക്ക് പോകാനാകുന്നില്ല. അമ്മ സാവിത്രിയും കുട്ടികളെ തനിച്ചാക്കി പുറത്തു പോകാറില്ല. 2 മുറി മാത്രമുള്ള ചെറിയ വീട്ടിലാണ് കുട്ടികളുമായി ശശിയും സാവിത്രിയും താമസിക്കുന്നത്. ഷാരിയുടെ സഹോദരൻ ശരത്തും നാട്ടുകാരും സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും സഹായിച്ചാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചെലവിനും സഹായം വേണം. ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷാരിക്ക് ബാധ്യതകളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ്.